തൽബീന. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തൽബീനയുടെ റെസിപ്പിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. നമ്മുടെ റംസാൻ ടൈമിൽ അത്താഴത്തിനാണ് ഇത് മെയിനായിട്ട് കഴിക്കാറ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇവിടെ ബാർലി അരിയാണ്. അപ്പോൾ ഇതാണ് ബാർലി അരി എന്ന് പറയുന്നത്. ഇത് അരി വെച്ചിട്ടും അതേപോലെ തന്നെ ബാർലി പൗഡർ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബാർലി അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ മിനിമം ഒന്ന് കുതിർക്കാൻ വെക്കണം. കുതിർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിങ്ങനെ വിട്ടു പോരണം രണ്ടായിട്ട്. അതാണ് നമ്മുടെ പരുവമെന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ബാർലി അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, അതേപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ ഇതിപ്പോൾ വെയിറ്റ് ലോസിനും അല്ലാതെ പ്രഗ്നൻസി ലേഡീസിനൊക്കെ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് കൂടെ കുടിക്കോ.